അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൂഫ്സ് ആണ്. ഓക്കെ. അപ്പൊ റൂഫിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ് ഓഫ് റൂഫ്സ് ഉണ്ട് എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് റൂഫ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് റൂഫ് എന്ന് പറയുന്നത് ഒന്നെന്താ, നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ ഫ്ലാറ്റ് റൂഫ് ഉണ്ടാവും അല്ലെ. ഫ്ലാറ്റ് റൂഫിന്റെ വേറൊരു പേരാണെന്ത്? ടെറസ് റൂഫ് എന്ന് പറയണം അല്ലെ. ടെറസ് എന്നൊക്കെ നമ്മൾ പറയും. ടെറസ് റൂഫ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ്. അവിടെ എന്തില്ല? സ്ലോപ്പ് ഇല്ല എന്ന് വെച്ചാൽ ഏകദേശം ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന റൂഫാണ് എന്ത്? ടെറസ് റൂഫ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കറിയാം, ഒന്നെന്താണ്, നമ്മൾ വീട്ടിൽ നാട്ടിൽ കാണുന്ന RCC ഫ്ലാറ്റ് റൂഫ് ഉണ്ട്. അതേപോലെ തന്നെ മദ്രാസ് അല്ലെങ്കിൽ ബംഗാൾ ടെറസ് റൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരിൽ പല ടൈപ്പ് ഓഫ് ടെറസ് റൂഫ്സ് ഉണ്ട്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പിച്ചഡ് റൂഫാണ്. പിച്ചഡ് റൂഫ് അല്ലെ. പിച്ചഡ് റൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി പിച്ചഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആംഗിളിൽ നമ്മൾ ടിൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? ആക്ച്വലി നമ്മളൊരു ഹോറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ നമ്മൾ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പെർപെൻഡിക്കൽ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒരു ആംഗിളിലാണ് ഇവന്മാർ എന്ത് ചെയ്തിട്ടുള്ളത്? സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് പിച്ചഡ് റൂഫ്. നമുക്ക് ചെയ്യാനുള്ള റൂഫിന്റെ എസ്റ്റിമേഷൻ ഈ പറയുന്ന പിച്ചഡ് റൂഫിലാണ്. ഈ പിച്ചഡ് റൂഫ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. പിച്ചഡ് റൂഫ് തന്നെ എന്തുണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ രണ്ട് ടൈപ്പിൽ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഒന്ന് എന്താണ്? ഗേബിൾഡ് റൂഫാണ് അല്ലെ. ഗേബിൾഡ് റൂഫാണ് ഒന്ന്. മറ്റേത് ഏതാണ്? ഹിപ്പ്ഡ് റൂഫാണ്. ഹിപ്പ്ഡ് റൂഫ്. ഓക്കെ. അപ്പൊ ഗേബിൾഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇത് രണ്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. പക്ഷെ ഇതിന് കൂടാതെ നമുക്ക് ഒരു റൂഫും കൂടി ഉണ്ട്. അതാണ് ലീൻ ടു റൂഫ് എന്ന് പറയുന്ന റൂഫ്. ഈ ലീൻ ടു റൂഫ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ വാള് ഇതാണെന്നുണ്ടെങ്കിൽ ഈ വാളിൽ നിന്ന് ഒരൊറ്റ സ്ലോപ്പിൽ മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം എന്താ ചെരിഞ്ഞിട്ടുള്ള റൂഫിനാണ് നമ്മൾ എന്ത് പറയാ? ലീൻ ടു റൂഫ് എന്ന് പറയാം. ഗേബിൾഡ് റൂഫ് എന്ന് പറഞ്ഞാലോ ഈ രീതിയിൽ രണ്ട് സൈഡിലേക്ക് ചെരിവുള്ള അല്ലെ, രണ്ട് സൈഡിലേക്ക് സ്ലോപ്പുള്ള റൂഫിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ വേബിൾഡ് റൂഫ് എന്ന് പറയാം. ഇത് വാൾ തിക്നെസ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ റൂഫ് നമ്മൾ കൊടുക്കുക. ഇനി അടുത്ത കേസ് നോക്കിയേ. നമുക്ക് അടുത്തത് പറയാനുള്ളത് ഹിപ്പ്ഡ് റൂഫാണ്. ഹിപ്പ്ഡ് റൂഫിന്റെ പ്രത്യേകത എന്താ വരിക? ഹിപ്പ്ഡ് റൂഫിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എങ്ങനെ ഉണ്ടാവുക? ഈ രീതിയിലാണ് ഉണ്ടാവുക. അതായത് 4 സൈഡിലേക്കും എന്തുണ്ട്? നമ്മൾ ഈ പറയുന്ന നമ്മളെ റൂഫ് 4 സൈഡിലേക്കും ഉണ്ട്. ഓക്കെ. നമ്മളെ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഇതാണെങ്കിൽ ഈ പറയുന്ന പോലെ എന്തുണ്ട്? 4 സൈഡിലേക്കുണ്ട്. അതിന്റെ പിക്ചർ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ വരയ്ക്കുമ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല എന്ന് വെച്ചാൽ 1, 2, 3 പിന്നെ ഒന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 3, 4 അല്ലെ. അങ്ങനെ 4 സൈഡിലേക്ക് റൂഫ് സ്ലോപ്പ് കൊടുത്തിട്ടുള്ള സാധനമാണ് ഇത് ഹിപ്പ്ഡ് റൂഫ്. അപ്പൊ അതിന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കുക. ഹിപ്പ്ഡ് റൂഫ് എന്താ? ഇവിടെ എത്ര സ്ലോപ്പാ വരുന്നത്? 1, 2, ഇതിന്റെ അപ്പുറത്ത് 3 ഉണ്ടാവും, ഇതിന്റെ അപ്പുറത്ത് 4 ഉണ്ടാവും അല്ലെ. ഗേബിൾഡ് റൂഫോ ഇവിടെ വരുന്നത് 1, 2 രണ്ട് സൈഡിലേക്കാണ് സ്ലോപ്പ് വരുന്നത്. ഈ ഗേബിള് ഇവിടുത്തെ ഈ വാള് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ അല്ല ബ്രേക്ക് ചെയ്യേണ്ടത്. ഇത് ആക്ച്വലി ഇതുവരെ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് എന്ത്? ഒരു ഗേബിൾഡ് റൂഫ്. ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? ഗേബിൾ വാൾ എന്ന് പറയാം. ഗേബിൾഡ് വാൾ എന്ന് നമ്മൾ പറയല് ആ ഒരു വാളിനെയാണ്. ആ വാൾ കംപ്ലീറ്റ് ഉണ്ടോ? ഒരു വാളായിട്ട് റെക്ടാങ്കുലർ ആയിട്ടല്ല ഉള്ളത്. ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ അല്ലത്. ഇതെന്താണ്? ട്രയാങ്കുലർ ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഇതാണ് ഗേബിൾഡ് റൂഫ്. അപ്പൊ ഒന്നുകൂടി ഈ ഹിപ്പ് റൂഫിന് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഹിപ്പ് റൂഫ്? ഇവിടെ നോക്കുക. 1, 2, 3, 4 4 സൈഡിലേക്ക് സ്ലോപ്പ് ഉള്ള ആളാണ് ആര്? ഹിപ്പ്ഡ് റൂഫ്. അതേപോലെ തന്നെ എന്താ ഗേബിൾഡ് റൂഫ് നോക്കിയേ. ഇവിടെ 1, 2 രണ്ട് സൈഡിലേക്കാണ് എന്തുള്ളത്? ഗേബിൾഡ് റൂഫിന്റെ സ്ലോപ്പ് ഉള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ്? ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഈ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഇല്ലേ? ഈ ടോപ്പ് മോസ്റ്റ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ? റിഡ്ജ് എന്ന് പറയാം. ഓക്കെ. എന്താ പറഞ്ഞത്? റിഡ്ജ് എന്ന് പറയല് നമ്മൾ ഈ ടോപ്പ് മോസ്റ്റ് മോഷനാണ്. ഈ രണ്ട് റിഡ്ജും ഒരേപോലെയാണോ ഗേബിൾഡ് റൂഫിലും ഹിപ്പ്ഡ് റൂഫിലും? നോക്കിയേ. ആ ഫിഗർ ഒന്ന് കൃത്യമായിട്ട് നോക്കിയേ. ശ്രദ്ധിച്ചു നോക്കുക. ഗേബിൾഡ് റൂഫിൽ നിങ്ങൾ കണ്ടത് ഇവിടെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ എന്തുണ്ട്? റിഡ്ജ് പീസിന് അല്ലെങ്കിൽ റിഡ്ജ് ലെങ്ത് എന്ന് വെച്ചാൽ ടോപ്പ് മോസ്റ്റ് പോർഷനിലുള്ള ആ വുഡൻ പീസ് അത് ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഹിപ്പ്ഡ് റൂഫ് നോക്കിയേ. ഹിപ്പ്ഡ് റൂഫിൽ അങ്ങനെ ഉണ്ടോ? ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഇത് ഫുൾ ആയിട്ടില്ല. കാരണം എന്താ? ഫുൾ ആയിട്ട് വരണമെങ്കിൽ ഏകദേശം ഇവിടുന്ന് മുതൽ ഈ അറ്റം വരെ വരണ്ട അല്ലെ. ഈ അറ്റം വരെ വരണം. ഇതാണ് റിഡ്ജ് എന്ന് പറയുന്നത്. ഗേബിളിലാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിരിക്കും. പക്ഷെ ഹിപ്പ്ഡിൽ എന്താ? ഈ റിഡ്ജ് ലെങ്ത് ഫുൾ ഇല്ല. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത്. അതായത് റിഡ്ജ് ലെങ്ത് എന്നുള്ള ഒരു സംഗതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഈ ഒരു പോർഷനിൽ നമ്മളൊരു വുഡൻ പീസ് കൊണ്ടുപോയി വെക്കുകയാണ്. ആ വുഡൻ പീസ് നമ്മൾ ഗേബിൾഡ് റൂഫിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കൺസിഡർ ചെയ്യണം. പക്ഷെ ഹിപ്പ്ഡ് റൂഫിന്റെ കേസിലാണെങ്കിലോ ആ അറ്റം മുതൽ ആ അറ്റം വരെ കൺസിഡർ ചെയ്യില്ല. നമ്മൾ എന്തോ ഒന്ന് ഈ രണ്ട് സൈഡിൽ നിന്ന് കുറയ്ക്കും.
നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ പിന്നെ എക്സ്പ്ലനേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ റിവിഷൻ ടെസ്റ്റ് നമ്മൾ ഗേബിൾഡ് റൂഫാണ് ഫോക്കസ് ചെയ്യണം. അടുത്തതിലാണ് നമ്മൾ ഹിപ്ഡ് റൂഫിനെ പറ്റി നമ്മൾ ഫോക്കസ് ചെയ്യണം. എനിവേസ് കൂടുതലും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഗേബിൾഡ് റൂഫിന്റെ എസ്റ്റിമേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കുക, പക്കയാക്കുക. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു പറയുന്ന ഈ സംഗതി ഉണ്ടല്ലോ, റൂഫും കാര്യങ്ങളൊക്കെ, നമ്മൾ ഇവിടെ വുഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. സ്റ്റീൽ റൂഫുകൾ ഉണ്ട്, പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള റൂഫുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് എസ്റ്റിമേഷൻ നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന വുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ആദ്യം പറഞ്ഞു, ഫസ്റ്റ് ഏറ്റവും മുകളിലുള്ള ഹയസ്റ്റ് പോർഷനിലുള്ള ആൾ ആരാണ്? റിഡ്ജ് പീസ് ആണ് അല്ലെ. ഈ റിഡ്ജ് പീസിൽ നിന്ന് നമ്മൾ നേരെ താഴോട്ട് വരുന്ന ഓരോ ലൈനും അല്ലെ, ഓരോ ലൈനും താഴോട്ട് കുറെ ലൈനുകൾ വരച്ചിട്ടുണ്ട്. ഈ ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയാ? കോമൺ റാഫ്റ്റർ എന്ന് പറയാം. കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ അറ്റത്ത് വരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എന്താണ് ഇവിടെ എന്താ ഇങ്ങനെ ഒരു രണ്ട് സാധനം ഉണ്ട് അല്ലെ. ഈ സാധനമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഹിപ്ഡ് റൂഫിൽ മാത്രമാണ് ഈ ചെരിഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടാവുക. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ അറ്റം കംപ്ലീറ്റ്ലി സെയിം ലെങ്ത് ആണ്, ഈക്വൽ ലെങ്ത്തിലാണ് പോകണം. അപ്പൊ ഇവന്മാരെ നമ്മൾ കോമൺ റാഫ്റ്റർ എന്ന് വിളിച്ചാൽ ഇവിടെ നോക്കിയാൽ ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടല്ലേ ഈ ഒരു പീസിന്റെ. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയാ? ജാക്ക് റാഫ്റ്റർ എന്ന് പറയാം. അപ്പൊ ഇതിന് ഓരോന്നിനും ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കാം? ഇതിന് ഓരോന്നിനെയും നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം അല്ലെ. ഇതിന് നേരെ താഴത്ത് ഏറ്റവും താഴത്തുള്ള ഈ ഒരു ലൈനിലെ ഇത് ഇവിടെ കറക്റ്റ് ഇവർ എന്താന്ന് മെൻഷൻ ചെയ്തില്ല. ഇതാണ് എന്ത്? വാൾ പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ ആണല്ലോ. വാൾ പ്ലേറ്റ് എന്ന് പറയുന്ന സംഗതി എന്താണ്? അതാണ്. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഞാൻ ആ ഒരു പിക്ചർ ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ സംഗതികൾ ഒന്ന് നോക്കുക. ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഇത് ഇതിന്റെ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു റൂഫാന്ന് വിചാരിക്കാം. ഓക്കെ, കറക്റ്റ് ആയിരിക്കൂല, ആക്യുറേറ്റ് ആയിരിക്കൂല. ഞാൻ പെന്നോട് വരയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ബുക്കിൽ വരയ്ക്കുന്ന മാതിരിയല്ലല്ലോ, നമ്മളെ സിസ്റ്റത്തിൽ വരയ്ക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവലുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിരിക്കൂല, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള അടുത്ത റൂഫാണ് ഈ രണ്ട് സൈഡിലേക്ക് ഈ റൂഫ് ഇങ്ങനെ കെടുക്കാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ നടുവിലുള്ള ഈ ഒരു പീസില്ലേ, സെന്ററിലുള്ള ഏറ്റവും ടോപ്പോസ്റ്റ് പോർഷനിലുള്ള പീസ്, ഈ പീസിനാണ് നമ്മൾ എന്ത് പറയാ? റിഡ്ജ് പീസ് എന്ന് പറയാം. റിഡ്ജ് പീസ് എന്ന് നമ്മൾ എന്തിനാണ് പറയാ? ഇതിനാണ് റിഡ്ജ് പീസ് എന്ന് പറയാം. ഇവിടുന്ന് വരച്ചിട്ടുള്ള കുറെ ലൈനുകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന റാഫ്റ്ററില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാ? കോമൺ റാഫ്റ്റർ എന്ന് പറയാം. കോമൺ റാഫ്റ്റർ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. നമ്മൾ അത് കഴിഞ്ഞ് ഈ വാൾ ഇത് നേരെ പുറത്തേക്ക് വന്ന് ചാടി അല്ലെ. ഇവിടെ നേരെ എന്ത് ചെയ്തു? പുറത്തേക്ക് വന്ന് ചാടി. നമ്മളെ വാൾ എവിടുന്നാണ്? ഇതാ ഇവിടുന്നാണ് വാള് സെറ്റ് ചെയ്യണത്. ഇവിടെ ഇങ്ങനെ വാളുണ്ട്. ഈ വാളിന്റെ നേരെ മുകളിലായിട്ടാണോ നമ്മൾ വെക്കുക? അല്ല, അതിന്റെ മുകളിൽ ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ചെറിയൊരു വുഡൻ പീസ് കൊടുക്കും അല്ലെ. ഒരു ചെറിയൊരു വുഡൻ പീസ് ഇവിടെ നമ്മൾ കൊടുക്കും. അപ്പൊ ആ വുഡൻ പീസിനാണ് നമ്മൾ എന്ത് പറയാ? വാൾ പ്ലേറ്റ് എന്ന് പറയാം. എന്താണ്? വാൾ പ്ലേറ്റ്. വാൾ പ്ലേറ്റ് എന്നുള്ളത് ആ വുഡൻ പീസിനെയാണ് നമ്മൾ പറയാം. അപ്പൊ അത്തരത്തില് ഈ രണ്ട് സംഗതിയാണ് വാൾ എന്ന് പറയുന്നത്. ഈ രണ്ട് സംഗതിയാണ് നമ്മളെ ചുമരലി വാൾ എന്ന് പറയുന്നത്. ഈ ഒരു നടുവിലുള്ള സ്പേസിനാണ് നമ്മൾ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പോർഷനിൽ ഏറ്റവും എൻഡ് പോർഷൻ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഒന്നുകൂടി ഈ ഒരു രീതിയിൽ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഞാൻ സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു പോർഷനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പൊ ഇതിൽ നോക്കിയേ, നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ എന്തുണ്ട്? നമ്മൾ ആ പറഞ്ഞിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളെ ആരുണ്ട്? ഇവന്മാരാണ് എന്ത്? കോമൺ റാഫ്റ്റർ അല്ലെ. CR നമ്മൾ ഡിനോട്ട് ചെയ്യും. ഏറ്റവും മുകളിലുള്ള പീസാണ് നമ്മൾ ആര് പറഞ്ഞ? റിഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും മുകളിലുള്ള പീസാണ് നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ട് റൂഫും വന്നുകാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? താഴത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. നമ്മൾ ആക്ച്വലി എന്തിനാ റൂഫിൽ ചെരിവ് കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ നിങ്ങൾ ചെരിവുള്ള റൂഫ്, ഫ്ലാറ്റ് റൂഫുള്ള വീടുകൾ വളരെ കുറവല്ലേ. പക്ഷെ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ മോഡേൺ ആയിട്ട് ആൾക്കാർ ഫ്ലാറ്റ് റൂഫുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്ലാറ്റ് റൂഫുകൾ കുറെ കാലം നിൽക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. കാരണം എന്താ? നമ്മുടെ നാട്ടിലത്തെ സീസണിന് പറ്റിയൊരു ഫോം അല്ല ഫ്ലാറ്റ് റൂഫ് എന്നുള്ളത് അല്ലേ. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. പക്ഷെ സ്റ്റൈലിനും നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ആളുകൾ എന്ത് ചെയ്യും? ഇവിടെ ഫ്ലാറ്റ് റൂഫുകൾ പ്രിഫർ ചെയ്യും. പക്ഷെ എന്തുണ്ടാവും? കുറച്ച് കാലം കഴിയുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് ഉണ്ടാവും. കാരണം എന്താണ്? വെള്ളം എന്തായാലും മഴ അതിന് മുകളിൽ വന്ന് വീണ് അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകും അല്ലെ. ആ ഒലിച്ചു പോകുമ്പോൾ എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളെ പിച്ച്ഡ് റൂഫിൽ കിട്ടുന്ന ആ ഒരു ക്ലിയറോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോ നമുക്ക് എവിടെ കിട്ടൂല? നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഫ്ലാറ്റ് റൂഫിൽ കിട്ടൂല. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും, പെയിന്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? റോഡിട്ട വീട് അല്ലെങ്കിൽ പിച്ച്ഡ് റൂഫിൽ നമുക്ക് കുറച്ചും കൂടി അധിക കാലം നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ്റെനൻസ് കുറച്ച് കണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രിഫർ ചെയ്യണ ആരെയാണ്? പിച്ച്ഡ് റൂഫിലെയാണ് നമ്മൾ പ്രിഫർ ചെയ്യണം. അപ്പൊ അത്തരത്തില് നമ്മൾ ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോണ ഈ എൻഡ് പോർഷനിൽ
പോർഷൻ. ഈ എൻഡ് പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈവ് എന്ന് വിളിക്കുക, അല്ലെ? ഈവ് എന്ന് വിളിക്കുക. അതിന്റെ നടുവിൽ ആരുണ്ട്? നമ്മൾ ഈ പറയണ നമ്മളുടെ ഉള്ളിലൊരു സാധനം കൂടി ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതാരാണ്? വാൾ പ്ലേറ്റ് ആണ്, അല്ലെ? ഈ വാൾ പ്ലേറ്റിന്റെ മുകളിലാണ് ആര് കിടക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കോമൺ ഡ്രാഫ്റ്റർ കിടക്കുന്നത്. അപ്പൊ ഈ ഏറ്റവും എൻഡ് പോർഷനിലുള്ള ആളാണ് ഈവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഒരു രണ്ട് ഈവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാ? ഈവ് സ്പാൻ എന്ന് പറയാം. നമ്മൾ ഈ ഫിഗർ എടുക്കുകയാണെങ്കിൽ എവിടെയാണ് ഈവ് സ്പാൻ വരിക? ഈ കംപ്ലീറ്റ് സംഭവമാണെന്ത്? ഈവ് സ്പാൻ എന്ന് പറയുന്നത്. ഞാനിത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം, നമുക്ക് നമ്മളുടെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താ? നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാല്ലേ. നമ്മുടെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഹിപ്പ് റാഫ്റ്റർ? അപ്പൊ ഞാൻ ഹിപ്പ് റാഫ്റ്റർ ഞാൻ എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു ഹിപ്പ് റാഫ്റ്റർ? നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എവിടെയാണ്, എവിടെ മുതൽ എവിടെയാണ് ഇത് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഹിപ്പ് റാഫ്റ്റർ ആരെയാണ് കണക്ട് ചെയ്യുന്നത്? എൻഡ് പോർഷൻ ഏതാ? ഹിപ്പ് റാഫ്റ്റർ എൻഡ് പോർഷൻ എവിടെ വരുന്നത്? എൻഡ് പോർഷൻ ഇവിടെ കണക്ട് ചെയ്യണം. ഇവിടെ ആരാ ഉള്ളത്? നമ്മളെ വാൾ പ്ലേറ്റ് ഉണ്ട്, അല്ലെ? അപ്പം ഇറ്റ് കണക്ട്സ് ഫ്രം വാൾ പ്ലേറ്റ് ടു ഈ ഏറ്റവും മുകളിലത്തെ പോർഷൻ ആരാ? റിഡ്ജ് പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ ഇതിൽ ഏത് ചോദിച്ചാലും, ഇപ്പൊ ജാക്ക് റാഫ്റ്റർ ചോദിക്കുകയാണെങ്കിൽ, കോമൺ റാഫ്റ്റർ ചോദിക്കുകയാണെങ്കിൽ, എന്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ പർപ്പസ് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? ഹിപ്പ് റാഫ്റ്റർ ആണ് ആക്ച്വലി എന്ത് കൊടുക്കുന്നത്? ഒരു വീടിന് ഒരു സ്ലോപ്പ് കൊടുക്കുന്നത്, അല്ലെ? ആ സ്ലോപ്പ് കൊടുക്കുന്ന ആളാരാണ്? ആര്? ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ് എന്നുള്ളത്. പക്ഷേ ഹിപ്പ് റാഫ്റ്റർ എവിടെ മുതൽ എവിടെയൊക്കെ കണക്ട് ചെയ്യണത്? നമ്മളെ താഴെയുള്ള ഈ വാൾ പ്ലേറ്റ് മുതൽ മുകളിലുള്ള റിഡ്ജ് പീസിനെയാണ് കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ നോക്കിയാലോ. അതായത് ദ റാഫ്റ്റർ, അതായത് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഈ വരകളൊക്കെ നമ്മൾ എന്താ വിളിക്കുക? റാഫ്റ്റർ എന്ന് വിളിക്കുക. അപ്പൊ ഓരോ സ്ഥലത്തെത്തും അതിന് ഓരോരോ പേരുകളാണ്. എന്തൊക്കെ പേരുകളുണ്ട്? കോമൺ റാഫ്റ്റർ ഉണ്ട്, ജാക്ക് റാഫ്റ്റർ ഉണ്ട്, ഹിപ്പ് റാഫ്റ്റർ ഉണ്ട്. അങ്ങനെ 3-4 പേരുകളുണ്ട്, അല്ലെ? അപ്പം പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ട്. അങ്ങനെ കുറെ പേരുകൾ അവിടെ ഉണ്ട് നിലവിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ഏത് റാഫ്റ്റർ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അത് എങ്ങനെ, ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്ന ഓർക്കുക. അതുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതുക. അപ്പൊ ഹിപ്പ് റാഫ്റ്റർ ആരൊക്കെയാണ് കണക്ട് ചെയ്യുക? റിഡ്ജ് പീസിനെയും അതേപോലെ തന്നെ എൻഡ് പോയിന്റിലുള്ള നമ്മളെ വാൾ പ്ലേറ്റ്, ഈ വാൾ പ്ലേറ്റിനെയാണ് ഹിപ്പ് റാഫ്റ്റർ കണക്ട് ചെയ്യുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത് ഈ വാൾ പ്ലേറ്റിനെയും ഈ മുകളിലുള്ള ഈ റിഡ്ജ് പീസിനെയും കണക്ട് ചെയ്യുന്ന പോർഷൻ ആയതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? The rafter extending from the wall plate to the ridge and forming എന്താണ്? ഒരു ആംഗിൾ ഓഫ് എ ഹിപ്പ് റൂഫ്. ഒരു ഹിപ്പ് റൂഫിന്റെ ആംഗിൾ ഫോം ചെയ്യുന്ന ആളും കൂടിയാണ് ആര്? ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഹിപ്പ് റാഫ്റ്റർ ചോദിച്ചാൽ അങ്ങനെ എഴുതണം. ഇനി നമ്മളോട് ജാക്ക് റാഫ്റ്റർ ചോദിക്കുകയാണ്, അല്ലെ? ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞത്? ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ സംഗതിയായിരുന്നു, അല്ലെ? ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റാഫ്റ്റർ എക്സ്റ്റെൻഡിങ് ഫ്രം എവിടുന്ന് മുതലാ? നമ്മൾ പറയുന്നത് നമ്മൾ ഹിപ്പ് റാഫ്റ്റർ മുതൽ എവിടേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്? നമ്മളുടെ വാൾ പ്ലേറ്റിലേക്ക്, അല്ലെ? അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പറഞ്ഞൂടെ? ഇറ്റ് ഈസ് എ വുഡൻ പീസ് ദാറ്റ് കണക്ട്സ്. ജാക്ക് റാഫ്റ്റർ ചോദിക്കുകയാണ്. അതിന്റെ ഒരു ഡെഫിനേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ടൈം ഈ ചോദ്യം ചോദിക്കാം. ഇറ്റ് ഈസ് എ വുഡൻ പീസ് ദാറ്റ് കണക്ട്സ്. ആരെ കണക്ട് ചെയ്യുക? ഹിപ്പ് റാഫ്റ്ററിനെയും ഈവ് ഓഫ് എ ഹിപ്പ്ഡ് റൂഫ്, അല്ലെ? ഒരു ഹിപ്പ്ഡ് റൂഫിന്റെ ഈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പോർഷൻ, അല്ലെ? ലാസ്റ്റ് പോർഷനിലേക്ക് കണക്ട് ചെയ്യാം. ഒന്നുകിൽ ഈവ് ഓഫ് ദ പോർഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വാൾ പ്ലേറ്റ് എന്ന് എഴുതാം. അപ്പൊ രണ്ട് കേസും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ റാഫ്റ്ററുകൾ എപ്പോഴും നമ്മൾ ഏറ്റവും എൻ പോർഷനിൽ ഇത് കൊണ്ടേ നിൽക്കാന്ന് വെച്ചാൽ അവിടെ വാൾ പ്ലേറ്റുമലാണ്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷനിൽ നിങ്ങൾ ഏറ്റവും ഈ ഈവ് ഓഫ് എ ഹിപ്പ് റൂഫിനെക്കാട്ടി ഏറ്റവും ബെറ്റർ നിങ്ങൾ അവിടുത്തെ വാൾ പ്ലേറ്റ് എന്ന് എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഗതി. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കുക, ഫിഗർ മനസ്സിലാക്കിയേക്കുക, അതിന് ഡെഫിനിഷൻ എഴുതുക. അല്ലാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇത് ഓരോന്ന് കാണാപ്പാടം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കൂല. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പഠിക്കുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് റാഫ്റ്റേഴ്സ് ഉണ്ട്? പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ട്, കോമൺ റാഫ്റ്റർ ഉണ്ട്, ഹിപ്പ് റാഫ്റ്റർ ഉണ്ട്, ജാക്ക് റാഫ്റ്റർ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് റാഫ്റ്റേഴ്സും നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഓരോന്നും വ്യത്യസ്തമാണ്. കോമൺ റാഫ്റ്റർ ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുക? കോമൺ റാഫ്റ്റർ കണക്ട് ചെയ്യൽ ആ റിഡ്ജ്, പിന്നെ ഏറ്റവും ഹയസ്റ്റ് പോർഷനിലുള്ള ആ റിഡ്ജിനെയും താഴെയുള്ള നമ്മളുടെ വാൾ പ്ലേറ്റിനെയാണ് എന്ത് കണക്ട് ചെയ്യുക? കോമൺ റാഫ്റ്റേഴ്സ് കണക്ട് ചെയ്യുക. പക്ഷെ അവിടെ ആംഗിൾ ഫോം ചെയ്യാനല്ല, എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടത്. പക്ഷെ ഹിപ്പ് റാഫ്റ്ററിൽ എന്താ പ്രത്യേകം വരുന്നത്? ഹിപ്പ് റൂഫിന്റെ കേസിൽ ആംഗിൾ ഫോം ചെയ്യുന്ന ആളാരാണ്? ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്ന സംഗതി. ഓക്കെ ആണല്ലോ? ഒരു ചോദ്യമാണ് ഇത്. ഞാൻ പറഞ്ഞു നമ്മൾ ഗേബിൾഡ് റൂഫിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആദ്യം നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം അല്ലെങ്കിൽ വേറൊരു സംഗതി എനിക്ക് ഇതിൽ പറയാനുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സംഗതി വരച്ചു, അല്ലെ? ഞാൻ എന്തെങ്കിലും വരച്ചത് നേരത്തെ നിങ്ങൾ നേരത്തെ ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു റിഡ്ജ് ഞാൻ വരച്ചു. ഇത് എന്തായിരുന്നു? റിഡ്ജ് ആയിരുന്നു, അല്ലെ? ഇതിൽ നിന്ന് ഞാൻ രണ്ട് സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു.
അല്ലെ? ഈ എക്സ്റ്റെൻഡ് ചെയ്തതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? കോമൺ ഡ്രാഫ്റ്റർ ഞാതാ ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്തു. ഇതൊക്കെ എന്താണ്? കോമൺ ഡ്രാഫ്റ്റർ ആണ്. ഈ കോമൺ ഡ്രാഫ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ഈ സാധനം എന്ന് പറയുന്നത് കോമൺ ഡ്രാഫ്റ്റർ CR ആണെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? ഈവ് സ്പാൻ ആന്ന് പറഞ്ഞു അല്ലെ? ഈവ് സ്പാനിനെ നമുക്ക് എങ്ങനെ പറയാം? ഈവ് സ്പാനിനെ ആന്ന് പറയാം. ഇവിടെയുള്ള ഒരു ഹൈറ്റ് ഇല്ലേ? ഈ ഹൈറ്റിനാണ് നമ്മൾ എന്ത് പറയാ? റൈസ് എന്ന് പറയാം. ഓക്കെ, റൈസ് എന്ന് പറയും. ഞാൻ ഇതെങ്ങനെ ഈ ഫിഗർ വരച്ചെന്ന് അറിയാം. ഞാൻ ഈ പോർഷൻ മാത്രം ഒന്ന് എടുക്കുക. ഈ പോർഷൻ മാത്രം ഞാൻ അവിടെ മാറ്റി വരയ്ക്കുകയാണ്. ഈ പോർഷൻ മാത്രം ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് എന്ത്? ആ റൈസ് എന്ന് പറയുന്ന സംഗതി. റൈസിനെ ഞാൻ എന്ന് ഞാൻ വിളിക്കുകയാണ്. ഞാൻ ഇവിടെ ഉള്ള ഈ CR കോമൺ ഡ്രാഫ്റ്റിനെയാണ് ഞാൻ ഇവിടെ CR എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കംപ്ലീറ്റ് എന്താണ്? കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്താ? ഇ ബൈ ആണ്. കംപ്ലീറ്റ് ഡിസ്റ്റൻസ് പക്ഷെ ഈ ഡിസ്റ്റൻസ് മാത്രം എന്താ വരിക? E/2 ആണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് CRന്റെ ലെങ്ത് കണ്ടെത്തിക്കൂടെ? നമ്മൾ എങ്ങനെ കാണാം? ബൈ PT ആരാ? പൈത്തഗോറസ് തിയറം അല്ലെ? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ട്രയാങ്കിളിലെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. അപ്പൊ ഈ ഫോം ചെയ്ത ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ആരെ യൂസ് ചെയ്യാം? PT യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. പൈത്തഗോറസ് തിയറം എന്താ പറയണേ? ഹൈപ്പോട്ടിനസ് സ്ക്വയർ അല്ലെ? എന്താണ്? ഹൈപ്പോട്ടിനസ് സ്ക്വയർ. ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ ആരാ? ഏറ്റവും ലോങ്സ്റ്റ് ലെങ്ത് ഉള്ള ആൾ ഒരു ട്രയാങ്കിളിൽ അല്ലെ? അതാണ് ഹൈപ്പോട്ടിനസ്. അതാണ് ഇവിടുത്തെ കേസിൽ. ഇതാണ് ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മറ്റേ രണ്ട് സൈഡിലുള്ള ലെങ്ത്. അത് ഏതൊക്കെയാണ് വരിക? ഒന്ന് ഒരു സൈഡ് ഏതാ? നമ്മൾ പറയണ ആണ്. എന്ന് വെച്ചാൽ R² ആണ്. പ്ലസ് മറ്റേതാരാ? E/2 ആണ് അല്ലെ? ഈ സ്പാന്റെ പകുതിയാണ്. E/2 ഹോൾ സ്ക്വയർ ആണ്. ഈ ഹൈപ്പോട്ടിനസ് ആരാ? CR² അല്ലേ? ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ R² പ്ലസ് E/2 ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മൾ പറയുന്ന നമ്മളുടെ CRന്റെ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് കോമൺ ഡ്രാഫ്റ്റർ നമുക്ക് എന്തിൽ തരില്ല? നമ്മളുടെ പ്ലാനിൽ, നമ്മളെ ക്വസ്റ്റ്യനിൽ തരില്ല. നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമുക്ക് റൈസ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അതേപോലെ ഈവ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പറയാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പോർഷൻ മാത്രം ഞാൻ ഇവിടേക്ക് വരച്ചിട്ട് ഞാൻ ഈ ഒരു സംഗതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ബേസിസിൽ വേറൊരു ക്വസ്റ്റ്യൻ സാധാരണ നിങ്ങളോട് ചോദിക്കലുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഗിവൺ ദാറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ 1/3 സ്പാൻ ആണ്. അതായത് സ്പാൻ 1/3 സ്പാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ വിചാരിച്ചിട്ടുള്ള ഏതാ? ഒരു മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈവ് സ്പാൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എക്സ്പ്രസ് ദി ലെങ്ത് ഓഫ് കോമൺ ഡ്രാഫ്റ്റർ ഇൻ ടേംസ് ഓഫ് ഈവ് സ്പാൻ. ഈവ് സ്പാൻ എത്രയും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തറിയാം? നമ്മൾ ഇക്വേഷൻ അറിയാം. എന്താ? CR ഈസ് ഈക്വൽ ടു √R² പ്ലസ് E/2 ഹോൾ സ്ക്വയർ അല്ലെ? E/2 ഹോൾ സ്ക്വയർ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം? E²/4 എന്നൊക്കെ പഠിക്കാം. പക്ഷെ ഏറ്റവും നല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ആ ട്രയാങ്കിൾ ഓർമ്മ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അവിടുന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ റൈസ് ഓർമ്മയിൽ വെക്കുക. ഇവിടെ വരുന്നത് ആരാ? CR ആണെന്ന് ഓർമ്മ വെക്കുക. അത് ടോട്ടൽ വരുന്ന ആണ്. ഈ ഭാഗം മാത്രം വരുന്ന അത്ര E/2 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ സുഖമായിട്ട് പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മളോട് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞ? 6 എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ഈവ് സ്പാൻ അല്ലെ? E/3. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ ഇത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. എന്താ വരിക? √R² എന്ന് പറഞ്ഞാൽ E/3 ഹോൾ സ്ക്വയർ അല്ലെ? 1/3 ആണെന്ത്? R എന്ന് പറയുന്നത് പ്ലസ് E/2 ഹോൾ സ്ക്വയർ അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ LCM പരിപാടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് റൂട്ട് എടുക്കുക. ഇവിടെ E² വരും, /3 വരും, പ്ലസ് ഇവിടെയും E²/2 വരും. വീണ്ടും നമ്മൾ ഇതിനെ LCM എടുക്കൽ എങ്ങനെയാണ്? ഇതിനെ അങ്ങോട്ട് തട്ടും, ഇതിനിങ്ങോട്ട് തട്ടും. അപ്പൊ എത്ര വരിക? 2E² പ്ലസ് 3E². 2E² പ്ലസ് 3E² ഡിവൈഡഡ് ബൈ 3 × 2 അല്ലെ? ഇവന്മാരെ രണ്ടാൾക്കാരും മൾട്ടിപ്ലൈ. അപ്പൊ ഇത്ര വരും? 6 വരും. 2E² പ്ലസ് 3E² എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര വരിക? നോക്കുക. ഈ ഭാഗത്ത് നമ്മൾ എത്രയാ പറഞ്ഞത്? 2E² അല്ലെ? 2E² ആണ് അവിടെ. അല്ല, ഇത് 2² ആണല്ലേ? കാരണം ഇവിടെ എന്താ? ഹോൾ സ്ക്വയർ വരുന്നില്ലേ? ഇവിടെ എന്താ? 3² വരുന്നുണ്ട് അല്ലെ? അപ്പൊ 2² × E² ആണ്. ഇവിടെ എത്ര? 3² × E². എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര വരിക? √2² എന്ന് പറഞ്ഞാൽ 4E² പ്ലസ് 3² E² എന്ന് പറഞ്ഞാൽ 9² E² ഡിവൈഡഡ് ബൈ 6 ആ വരിക. ഇത് നോക്കുമ്പോൾ ഈക്വൽ ടു എത്ര വരിക? √13E/6. 3 മാർക്സിന് ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ E² ഉണ്ട്, 6 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഈ മുകളിൽ മാത്രമാണോ ഈ റൂട്ട് ഉണ്ടാവുക? ഇല്ലല്ലോ. ഈ താഴത്തും എന്തുണ്ട്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 36 ആണ് വരിക അല്ലെ?
കാരണം എന്താ ഇവിടെ 6 ആണ് വരിക അല്ല, ഇവിടെ 3² ഇൻറ്റു 2² വരിക. 3² ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ 9 × 4 ആണ്. 9 × 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 36 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ റൂട്ട് എടുക്കും അല്ലെ. ഇതിന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് എത്ര വരിക? √13 റൂട്ട് അതേപോലെ വെക്കും. T² റൂട്ട് നമ്മൾ എടുക്കും. 36 റൂട്ട് എത്ര? 6 വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഞാൻ തരുന്ന ആൻസർ കീഴിൽ ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നോളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അടുത്ത മെയിൻ ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യം, ഇപ്പൊ നമ്മൾ ജസ്റ്റ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു റൂഫിന്റെ പ്രോബ്ലം തന്നാൽ ആദ്യം നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കാം ഒരു ഷെഡ് ഓഫ് ഇൻസൈഡ് ഡയമെൻഷൻ അല്ലെ. ഷെഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഇൻസൈഡ് ഡയമെൻഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 9.9 × 6 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 9.9 × 6 മീറ്റർ ആണ് ഇൻസൈഡ് ഡയമെൻഷൻ ആണ് ഒരു ഷെഡിന്റെ പറഞ്ഞത്. ഇസ് പ്രൊവൈഡഡ് വിത്ത് ആരെ കൊടുത്തിട്ടുള്ളത്? ഗേബിൾഡ് റൂഫാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വാൾ തിക്നെസ് എത്ര പറഞ്ഞിട്ടുണ്ട്? 20 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഈവ് പ്രൊജക്ഷൻ എത്ര പറഞ്ഞിട്ടുണ്ട്? 60 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റൈസ് എത്ര പറഞ്ഞിട്ടുണ്ട്? 1/3 സ്പാൻ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് ആരാ പറഞ്ഞത്? CR ആണ് അല്ലെ. കോമൺ ഡ്രാഫ്റ്ററിന്റെ ക്വാണ്ടിറ്റി കാണാനാ പറഞ്ഞത്. അപ്പൊ അസ്യൂമിങ് ദി സ്പേസിംഗ് ബിറ്റ്വീൻ കോമൺ ഡ്രാഫ്റ്ററിന് നടുവിൽ എത്ര സ്പേസിംഗ് ഉണ്ടെന്ന് പറയണം? 50 സെന്റിമീറ്റർ അല്ലെ. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞ എന്താണ്? കോമൺ ഡ്രാഫ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചില്ലേ, കോമൺ ഡ്രാഫ്റ്റർ എത്ര ഉണ്ടാവും? കുറെ ഉണ്ടാവില്ലേ. അത് ഇങ്ങനെ വരയ്ക്കും നമ്മൾ. കുറെ കോമൺ ഡ്രാഫ്റ്റർ ഉണ്ടാവില്ല. അപ്പൊ ഈ കോമൺ ഡ്രാഫ്റ്റിന് നടുവിലുള്ള സ്പേസിംഗ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 50 സെന്റിമീറ്റർ ആണെന്നുള്ളത് കംപ്ലീറ്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ നടുവിലുള്ള സ്പേസിംഗ് തന്നിട്ടുണ്ട്. അത്തരത്തിൽ സ്പേസിംഗ് കിട്ടുകയാണെങ്കിൽ എത്ര എണ്ണം കോമൺ ഡ്രാഫ്റ്റർ ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സൈസ് ഓഫ് കോമൺ ഡ്രാഫ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ ബ്രെഡ്ത്തും ഇതിന്റെ ഹൈറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് കോമൺ ഡ്രാഫ്റ്റർ നമുക്ക് അറിയില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? 50 mm സാധനം ഉള്ളത്. അപ്പൊ ഇതിന് നമ്മൾ മീറ്ററിൽ എങ്ങനെ എഴുതാ? 0.05 എഴുതി. അതേപോലെ 0.125 എഴുതി. നമ്മുടെ ടേബിൾ എങ്ങനെ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ ടേബിൾ എങ്ങനെയുള്ളത്? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ക്ലിയർ ചെയ്ത സാധനമല്ലേ. ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ സംഗതിയാണ്. അത് കഴിഞ്ഞ് ശരിക്കും പഠിക്കേണ്ട മൊഡ്യൂളാണ് നമ്മൾ തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ മനസ്സിലാക്കുന്ന കാര്യം സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ അല്ലെ. ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആരാ? ഇവിടുത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എഴുതേണ്ടത് എന്താ? വുഡ് വർക്ക് അല്ലെ. വുഡ് വർക്ക് ഫോർ ആർക്കുള്ള വുഡ് വർക്കാ? ഫോർ CR അല്ലെങ്കിൽ കോമൺ ഡ്രാഫ്റ്റർ. ഇതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള സാധനം. അപ്പൊ കോമൺ ഡ്രാഫ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണണ്ടേ. അടുത്തെന്താ? ഇതിന്റെ നമ്പർ, എത്ര നമ്പർ പിന്നെ കോമൺ ഡ്രാഫ്റ്റർ ഉണ്ട് അത് നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ ലെങ്ത് അതും നമ്മൾ കണ്ടെത്തണം. പിന്നെ ബ്രെഡ്ത്ത്, പിന്നെ ഹൈറ്റ്, പിന്നെ എന്താ വരിക? ക്വാണ്ടിറ്റി, പിന്നെ എന്താ വരിക? യൂണിറ്റ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ടേബിളിൽ വരിക അല്ലെ. ആ ടേബിൾ ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണെങ്കിൽ സീരിയൽ നമ്പർ ആദ്യം വരും, പിന്നെ ഡിസ്ക്രിപ്ഷൻ വരും, പിന്നെ ആരാ വരിക? നമ്പർ വരും, പിന്നെ ലെങ്ത് വരും, പിന്നെ ബ്രെഡ്ത്ത് വരും, പിന്നെ ഹൈറ്റ് വരും, പിന്നെ ക്വാണ്ടിറ്റി വരും, പിന്നെ ആര് വരും? യൂണിറ്റ് വരും. ഇത് നമുക്ക് കാണാപ്പാടായിരിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ആ ടേബിൾ എന്നുള്ള സാധനം. ഈ ടേബിളിലാണ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ടേബിൾ ഓർമ്മയിൽ വെക്കുക. പിന്നെ ആൻസറിലേക്ക് ഞാൻ വരും കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് ഇതിലുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാന്നേ ഉള്ളൂ. ഈ സ്ക്രീനിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ലൈനുകളൊന്നും ഫോം ചെയ്യണമെന്നില്ല. നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന മാറില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ചെരിഞ്ഞൊക്കെ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നമ്മൾ എന്തെങ്കിലും ആ ടേബിളിന്റെ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കാന്ന് മാത്രമല്ല, അത്രയും ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് കാണണം. അപ്പൊ നമുക്കറിയാം കോമൺ ഡ്രാഫ്റ്റർ എന്ത് നമ്മളെ കയ്യിലുണ്ട്? ഇതിന്റെ ബ്രെഡ്ത്തും നമ്മളെ കയ്യിലുണ്ട്, ഹൈറ്റും നമ്മളെ കയ്യിലുണ്ട്, ലെങ്ത് നമ്മളെ കയ്യിലില്ല. ലെങ്ത് എങ്ങനെ കാണും? കോമൺ ഡ്രാഫ്റ്റർ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു. CR = √R² അല്ലെ. R² + E/2 ഹോൾ സ്ക്വയർ. ഇതാണ് CR കാണാനുള്ള ഇക്വേഷൻ അല്ലെ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഹിപ്പ് റാഫ്റ്റർ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അത് നമ്മൾ അടുത്തതിൽ ഹിപ്പ് റൂഫിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് ഞാൻ ഒന്നുകൂടി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ ബോധർ ചെയ്യേണ്ട. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആരെ ക്വാണ്ടിറ്റി കാണാൻ മാത്രമാണ്? കോമൺ റാഫ്റ്ററിന്റെ ക്വാണ്ടിറ്റി കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് CRന്റെ ലെങ്ത് കാണാനാണ് നമ്മൾ ആദ്യത്തെ ടാസ്ക്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ഗിവൺ ഡാറ്റ തന്നിട്ടുണ്ട്? അപ്പൊ ഗിവൺ ഡാറ്റ ആദ്യം എഴുതിയെടുക്കാം. എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ? റൈസ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? റൈസ് എപ്പോഴും 1/3 സ്പാൻ എന്ന് പറഞ്ഞാൽ അത് E/3 ആണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അവർ ഈ സ്പാൻ സ്പെസിഫൈ ആയിട്ട് പറയില്ല. സ്പാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈവ് സ്പാൻ ആണ്. അപ്പൊ ഈവ് സ്പാനിന്റെ 1/3 ആണ് റൈസ് എന്നുള്ളത് എപ്പോൾ മനസ്സിലാക്കി വെക്കുക ഈ ക്വസ്റ്റ്യൻ പ്രകാരം. ചിലപ്പോൾ ഇത് 1/2 സ്പാൻ ആവാം. 1/3 സ്പാൻ ആണ് സാധാരണഗതിയിൽ നമ്മൾ റൂഫിന്റെ റൈസ് കൊടുക്കല്. ഓക്കെ അല്ലേ. കാരണം എന്താ വെച്ചാൽ അതിലും കുറവ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഈ പറയുന്ന റൂഫിന്റെ ആ ഒരു
പർപ്പസ് ഇല്ലാണ്ടായിട്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അത് നിൽക്കൂല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും 1/3 ആണ് അതിന് മിനിമം കൊടുക്കുക. ചില കേസിൽ അത് 1/2 ഒക്കെ കൊടുക്കാറുണ്ട്, ചില കേസിൽ 1/4 കൊടുക്കാറുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ചെറിയ വാല്യൂസിൽ തന്നെ നിൽക്കുക. അപ്പൊ അത് മാറൂല. അപ്പൊ ആ കൂടുതൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കൽ. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഒരു റൂമിന്റെ ഹൈറ്റും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതായത് ഇൻസൈഡ് ഡയമെൻഷൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഒരു റൂമാണ് ഇതെന്ന് ഞാൻ വരയ്ക്കുകയാണ്. ഒരു റൂമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ റൂമിന്റെ ഇൻസൈഡ് ഡയമെൻഷൻ അല്ലെ, ലെങ്ത് 9.96 മീറ്റർ. എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും അവര് ഡയമെൻഷൻ തരുന്ന സമയത്ത് സൈസ് നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള ഫോർമുല തരിക. എന്ന് വെച്ചാൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്താ, ഹോറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, എന്താണ്? ഹോറിസോണ്ടൽ ആയിരിക്കും. അതേപോലെ ബ്രെഡ്ത്ത് എന്നുള്ളത് എപ്പോഴും വെർട്ടിക്കൽ ആയിരിക്കും. ചില കേസിൽ എന്താ അറിയാം, നമ്മൾ ഇത് വെറുതെ ഒരു 5/3 എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് എന്ത് ചെയ്യുന്ന അറിയാം, ഈ ലെങ്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി ചെയ്തു, പിന്നെ ഇവിടെ കൊണ്ടുപോയി ചെയ്തു. ഇങ്ങനെയല്ല. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സംഗതി എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള ഫോർമാറ്റിലാണ്. എന്ന് വെച്ചാൽ 9.9 ലെങ്ത്തും ഇവിടെ 6 എന്ന് പറയുന്ന ബ്രെഡ്ത്തും ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് ഞാൻ എല്ലാത്തിലും പറയുന്ന ഒരു സംഗതിയാണ്. നിങ്ങളിത് ഇവിടെ മനസ്സിലാക്കുക. നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് എസ്റ്റിമേഷനിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു സംഗതി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്ന ആ ലെങ്ത് ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റൂം നമ്മൾ വരയ്ക്കുകയാണ്. ഇതിന് ഇന്നർ ഡയമെൻഷൻ നമുക്ക് ഇപ്പൊ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ അതേപോലെ വാൾ തിക്നെസ് എത്ര? 20 സെന്റിമീറ്റർ വാൾ തിക്നെസ് തരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു 20 സെന്റിമീറ്റർ വാൾ തിക്നെസ്, ഇതിന്റെ കൂടെ ഞാൻ വാൾ തിക്നെസ് 20 സെന്റിമീറ്റർ വരയ്ക്കുകയാണ്. ഓക്കെ, 20 സെന്റിമീറ്റർ ഇതിന്റെ കൂടെ ഞങ്ങൾ വരയ്ക്കുകയാണ് വാൾ തിക്നെസ്. ഈ വാൾ തിക്നെസ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 20 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്ററിൽ 0.2 ആയിരിക്കും. അപ്പോൾ വാൾ തിക്നെസ് ആയി. ഇനി അടുത്ത കേസ് എന്താ പറയുന്നത്? വേറൊരു സാധനം കൂടി പറയുന്നത് എന്താണ്? ഈവ് പ്രൊജക്ഷൻ 60 സെന്റിമീറ്റർ അല്ലെ? ഈവ് പ്രൊജക്ഷൻ 60 സെന്റിമീറ്റർ. ഈവ് പ്രൊജക്ഷൻ 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ രണ്ട് സൈഡിലല്ലേ, നമ്മൾ ഗേബിൾഡ് റൂഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, രണ്ട് സൈഡിലേക്ക് ആ സ്ലോപ്പ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇത് സെന്റർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ലോപ്പ് ഏത് ഭാഗത്തേക്കാ? ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കുമാണ് സ്ലോപ്പ് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? നമ്മളെ വാളിന് ശേഷം എന്ത് ചെയ്യും? കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കും അല്ലെ? ആര് തള്ളി നിൽക്കും? നമ്മളുടെ ഈ പറയുന്ന സ്ലോപ്പ് തള്ളി നിൽക്കും. ആ തള്ളി നിൽക്കുന്ന ആ പ്രൊജക്ഷൻ ഇല്ലേ, അത് ഈ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തള്ളി നിൽക്കുന്നുണ്ട്. ആ തള്ളി നിൽക്കുന്ന ആ പ്രൊജക്ഷൻ ആണ് എന്ത് പറയണത്? ഈവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അത് എത്ര പറഞ്ഞിട്ടുള്ളത്? 0.6 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.6 മീറ്റർ ആണ്. 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.6 മീറ്റർ. എല്ലാം നിങ്ങൾ എപ്പോഴും മീറ്ററിലാക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത് എന്താ? സ്പേസിങ് നമുക്ക് 50 സെന്റിമീറ്റർ തന്നെ. അത് ഞാൻ നേരത്തെ വരച്ച് കാണിച്ചു അല്ലെ? നമ്മൾ ഒരു ഇത് എടുക്കുന്ന സമയത്ത് ഇതിന്റെ കോമൺ ഡ്രാഫ്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് കോമൺ ഡ്രാഫ്റ്റേഴ്സ് കുറെ ഉണ്ടെങ്കിൽ ഇതിന്റെ സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ് എന്ത് പറയുന്നത്? 50 സെന്റിമീറ്റർ എന്നാണ്, അല്ലെങ്കിൽ 0.5 എന്ന് പറയുന്ന സംഗതി. 0.5 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ ആ സ്പേസിംഗ് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇനി എന്താ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്? കോമൺ ഡ്രാഫ്റ്റിന്റെ സൈസ് തന്നിട്ടുണ്ട്. ആ സൈസ് എത്രയാണ്? 50 × 125. 50 × 125 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 0.05. ഇത് ലാണ് തന്നിട്ടുള്ളത്. അപ്പൊ 0.05 × 0.125. അപ്പൊ ഇത് എന്തിനാണ്? കോമൺ ഡ്രാഫ്റ്റിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും ആണ് അവിടെ നമ്മൾ എടുക്കുക. ഇതിന്റെ ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, വാൾ തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ? ഈവ് സ്പാൻ കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ ഈവ് സ്പാൻ എന്താന്ന് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ഈവ് സ്പാൻ. അപ്പൊ ഞാൻ ഈ സെന്റർ ഭാഗമല്ലേ, സെന്റർ ഭാഗം ഞാൻ എവിടെ വരച്ചതാ? ഇവിടെയാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ? ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യാം? ഈ ഫിഗർ ഒന്നുകൂടി കൃത്യമായിട്ട് വരയ്ക്കാം. ഈ സൈഡിൽ നോക്കുക കേട്ടോ. നിങ്ങൾ അവിടെ എഴുതിയോ നോക്കണ്ട, നിങ്ങൾ ഈ ഭാഗത്ത് നോക്കുക. നമ്മളെ ഇന്നർ ഡയമെൻഷൻ അല്ലെ, നമ്മളെ വീടിന്റെ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 9.9ഉം ഇവിടെ എത്ര വരിക? 6ഉം ആണ് വരിക. നമ്മളുടെ വാൾ തിക്നെസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? വാൾ തിക്നെസ്, ആദ്യം വാൾ തിക്നെസ് അത് ഞാൻ എന്ത് ചെയ്യാം? ഇങ്ങനെ ഡോട്ടഡ് അല്ലാത്ത രീതിയിൽ കാണിക്കാം. വാൾ തിക്നെസ് നമുക്ക് തന്നിട്ടുള്ളത് 0.2 അല്ലെ? 0.2 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ മീറ്ററിൽ എഴുതും എത്രയാണെന്ന് എഴുതാം? 0.2 അല്ല, 20 സെന്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. നമ്മൾ മീറ്ററിൽ എഴുതുമ്പോൾ ഇത് എത്ര എടുക്കുക? 0.2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലെ? അപ്പൊ അടുത്ത കേസ് നോക്കിയേ. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ അടുത്തത് ഈവ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. ഈവ് പ്രൊജക്ഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈവ് പ്രൊജക്ഷൻ എന്നുള്ളത് 60 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 0.6 മീറ്റർ ആണ്. ഈ പ്രൊജക്ഷൻ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ എന്താണ്? ഇതിന്റെ ഈവ് പ്രൊജക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ വരച്ചത് എങ്ങനെയായിരുന്നു? ഇതാണ് നമ്മൾ റിഡ്ജ് എന്ന് പറഞ്ഞു. ഈ രണ്ട് സൈഡിലേക്ക് സ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് സൈഡിലേക്ക് കുറെ കോമൺ ഡ്രാഫ്റ്റേഴ്സ് ഉണ്ട് പറഞ്ഞു. ഈ കോമൺ ഡ്രാഫ്റ്റിന്റെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെ? അപ്പൊ ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? ഇ എന്ന് പറയാം. ഈ സ്പാൻ, ആ ഒരു ഭാഗമല്ലേ ഈ കംപ്ലീറ്റ് ലെങ്ത് എന്ന് പറയുന്നത്? ആ ഒരു ഭാഗമല്ലേ അല്ലെ? കാരണം എന്താ?
ഇതിന്റെ സെന്ററിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ രീതിയിൽ വരച്ചെടുത്തിട്ടുള്ളത് അല്ലെ. ആ റിഡ്ജ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ ഇതിനാണ് നമ്മൾ റിഡ്ജ് ലെങ്ത് എന്ന് പറയാം. റിഡ്ജ് ലെങ്ത് നമ്മൾ പറയല് ആ ഒരു ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഈ റിഡ്ജ് ലെങ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റിഡ്ജ് ലെങ്ത് ഒരിക്കലും ഈ അറ്റം വരെ ഉണ്ടാവില്ല. നമ്മളുടെ ഈ വാൾ തിക്നെസ് ഇല്ലേ, ഈ വാൾ തിക്നെസിന്റെ സെന്റർ വരെ എന്തുണ്ടാവുള്ളൂ, നമ്മളെ ഈ റിഡ്ജ് പീസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ റിഡ്ജ് ലെങ്ത് നമ്മൾ കാണണം, അതോടൊപ്പം തന്നെ ഈവ് സ്പാൻ നമ്മൾ കാണണം. ഈവ് സ്പാൻ എങ്ങനെ കാണാം, ഇവിടെ എന്തുണ്ട്, 0.6 മീറ്റർ ഉണ്ട് അല്ലെ. ഈ പ്രൊജക്ഷൻ 0.6 ഉണ്ട്. പിന്നെന്താ അടുത്തെന്താ വരുന്നത്, ഈ ഡിസ്റ്റൻസ് ആ വരുന്നത്. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കാണാം, ഇവിടെ ആദ്യം എന്തുണ്ട്, ഒരു 0.2 ഉണ്ട് അല്ലെ. 0.2 ഉണ്ട്. അടുത്തത് എന്താ, ഈ വാളിന്റെ ഇന്നർ ഡയമെൻഷൻ എത്രയാണ്, 6 ആണ്. അപ്പൊ 0.2 വന്നിട്ട് പിന്നെ 6 വന്നു, പ്ലസ് പിന്നെ എന്താ 0.2 പിന്നെയും 0.6 അല്ലെ. താഴേക്ക് ഇവിടെ ഈ പ്രൊജക്ഷൻ, ഇത് വാൾ തിക്നെസ് അല്ലെ. ആ ഡിസ്റ്റൻസ് ആണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഈ ഫിഗർ ഞാൻ റൈറ്റ് സൈഡിൽ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. ഇന്നർ ഡയമെൻഷൻ എത്രയാണ്, 9.9ഉം 6ഉം ആണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഇതാണ് എന്ത്, അതിന്റെ സെന്ററിൽ അല്ലെങ്കിൽ റിഡ്ജ് പീസ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു റിഡ്ജ് പീസ് എപ്പോഴും എവിടുന്ന് മുതൽ എവിടത്തെ വരുന്നുള്ളൂ, ഈ വാളുടെ സെന്റർ മുതൽ ഈ വാളുടെ സെന്റർ വരെ, ഇതാണ് റിഡ്ജ് പീസ് എന്നുള്ള സംഗതി. അത് അവിടെ കിടക്കട്ടെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഈവ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ആണ് ഈവ് സ്പാൻ എന്നുള്ള സംഗതി. അപ്പൊ ഞാനത് പറഞ്ഞു എങ്ങനെ നമ്മൾ വരച്ച് കാണിച്ച്, ഇങ്ങനെ ഒരു ചെരുവുള്ള സംഗതി കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് എന്ത്, ഈവ് സ്പാൻ എന്നുള്ളത്. ഇവിടെയാണ് നമ്മളെ CRകൾ കംപ്ലീറ്റ് പോകാന്നുള്ള സംഗതി പറഞ്ഞു. അപ്പൊ ആ ഈവ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ ഈവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഈ പറയുന്ന ഇവിടുത്തെ ആദ്യത്തെ ഡിസ്റ്റൻസ് ഇത് എത്ര, 0.6, പിന്നെ വാൾ തിക്നെസ് വരും അല്ലെ. ഇതാണ് 0.2 പ്ലസ് 6, ആ ഉള്ളിലുള്ള ഇന്നർ ഡയമെൻഷൻ പ്ലസ് 0.2 പ്ലസ് 0.6. അപ്പൊ ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, ഈവ് സ്പാൻ എന്നുള്ളത് 7.6 കിട്ടും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത് ഈവ് സ്പാൻ കാണുക എന്നുള്ളതാണ്. അപ്പൊ ഈവ് സ്പാൻ കണ്ടതിന് ശേഷം എന്ത് കിട്ടി, നമുക്ക് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് 6 നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് എന്ത് കാണാം, ലെങ്ത് ഓഫ് CR കാണാമല്ലോ. അപ്പൊ ലെങ്ത് ഓഫ് CR കാണാനാണ് നമ്മുടെ അടുത്ത പരിപാടി. അതിനാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, E/3 ആണ് റൈസ് എന്ന് പറഞ്ഞാൽ E/3 ഓഫ് ഹോൾ സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ കണ്ട മാതിരി ഇക്വേഷനിൽ E/3 കൊടുത്ത് നമ്മൾ ഡയറക്റ്റ് ഈ ഇക്വേഷനിലേക്ക് എത്തും. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പിലെ എന്ത് ചെയ്യാം, ഇവിടെ ഈ ഇന്റെ 7.6 വാല്യൂ കൊടുക്കാം അല്ലെ. ഇത് നമ്മളെ ഹിപ്പർ ആഫ്റ്ററിന്റെ ഇക്വേഷൻ ആണ്. ഇതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നമ്മൾ CR മാത്രം നോക്കിയാൽ മതി. CR നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ CR നോക്കുന്ന സമയത്ത് ന്റെ വാല്യൂ E/3 ഹോൾ സ്ക്വയർ കൊടുത്തു, E/2 ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ന്റെ വാല്യൂ E/3 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. E/3ക്ക് 7.6/3 കൊടുക്കാം. പക്ഷെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ സുഖം ഇതാണ്. നിങ്ങൾ E/3 ആണ് നമ്മളുടെ സ്പാന് തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചു വെക്കണം, നന്നാവും. കാരണം കൂടുതൽ ക്വസ്റ്റ്യനിലും റൈസ് ഈസ് ഈക്വൽ ടു 1/3 സ്പാൻ എന്നാണ് അവർ തരില്ല. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള സ്റ്റെപ്പ് സെയിം ആയിരിക്കും. ഈ √13 E/6 മാത്രം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതുന്നത് നല്ലതാണ്. കാണിച്ചിട്ട് √13 E/6 എഴുതാം. എന്നിട്ട് ആ √3 ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആരാ, 7.6. നമ്മൾ നേരത്തെ കണ്ട ഈവ് സ്പാൻ കണ്ടെത്തി, അത് /6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4.56 മീറ്റർ കിട്ടും. ഇതാണ് എന്ത്, നമ്മളുടെ കയ്യിലുള്ള വുഡ് വർക്കിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്ത, വുഡ് വർക്ക് കണ്ടു. ഇവിടെ നമ്പർ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട്, ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട് അല്ലെ. ബ്രെഡ്ത്ത് നമുക്ക് അറിയാം, ഹൈറ്റ് നമുക്ക് അറിയാം. ബ്രെഡ്ത്ത് എത്രയാണ്, 0.05, ഹൈറ്റ് നമുക്ക് 0.125 കിട്ടി, ലെങ്ത് എത്ര കിട്ടിയത്, 4.56 കിട്ടി. പക്ഷെ നമ്പർ നമുക്ക് അറിയില്ല. അപ്പൊ നമ്പർ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മളുടെ റൂഫിന്റെ ഒരു ഫോം എന്നുള്ളത്. ഇവിടേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, കുറെ കോമൺ റാഫ്റ്റേഴ്സ് ഉണ്ട്. ഈ റാഫ്റ്റേഴ്സിന്റെ ഇടയിലുള്ള സ്പേസിംഗ് എന്നുള്ളത് എത്ര, 50 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 0.5 മീറ്റർ ആണ് ഇതിന്റെ സ്പേസിംഗ് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ട്, ഇതിന്റെ എന്ത് അറിയാം, ഇതിന്റെ കോമൺ റാഫ്റ്റിന്റെ ലെങ്ത് അറിയപ്പോ നമുക്ക് എത്രയാണ്, 4.56 ആണെന്ന് അറിയാം. ഈ റിഡ്ജ് പീസ് എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ റിഡ്ജ് പീസ് കാണുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കോമൺ റാഫ്റ്റർ ഈ സൈഡിലുള്ളത് മാത്രമാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക, നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് കിട്ടുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള മാത്രമേ കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ആരുണ്ട്, നമ്മൾ ഈ കോമൺ റാഫ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടണ ആ നമ്പർ ഓഫ് കോമൺ റാഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, 2 തവണ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സംഗതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ റിഡ്ജ് പീസിന്റെ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പൊ റിഡ്ജ് പീസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിന്റെ സെന്റർ നിങ്ങൾ നോക്കുക, ഈ ഡിസ്റ്റൻസ് നമ്മൾ എവിടെ നോക്കണം, ഈ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ പറഞ്ഞത് റിഡ്ജ് പീസ് ഈ അറ്റം വരെ ഇല്ല, ഈ വാളുടെ തിക്നെസിന്റെ പകുതി വരെയുള്ളൂ. അപ്പൊ ഈ വാളുടെ തിക്നെസിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര, 0.2/2 എന്ന് വെച്ചാൽ 0.1 പ്ലസ്
ഈ ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസ് കിട്ടി. ഇനി അടുത്ത എന്താ 9.9 അല്ലെ, 9.9 പ്ലസ് അടുത്തത് എന്താ വരിക, ഇതിന്റെ പകുതി അല്ലെ, 0.2/2. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 0.2/2 ആസ് ഇറ്റ് ഈസ് എടുക്കുക, 0.2 ഇവിടെ എടുക്കുക, 0.2 ഇവിടെ എടുക്കുക, എന്നിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ 2 തവണ 0.2/2 കുറയ്ക്കുക അല്ലെ, 0.2/2 2 തവണ കുറച്ചാൽ ഇവിടുന്ന് കുറഞ്ഞു ഇവിടുന്ന് കുറഞ്ഞു, ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അതാണ് ലെങ്ത് ഓഫ് റിഡ്ജ് കാണുന്ന പരിപാടി. ടോട്ടൽ ലെങ്ത് അല്ലെ, ടോട്ടൽ ലെങ്ത് സെന്ററിലുള്ള ടോട്ടൽ ലെങ്ത് നമ്മൾ കണ്ടിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ ആ ഒരു ഹാഫ് എന്ത് ചെയ്യും, കുറയ്ക്കും. അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 0.2 പ്ലസ് 9.9 പ്ലസ് 0.2 അല്ലെ, ഇനി നേരത്തെ ചെയ്ത മാതിരി കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എടുത്തു അല്ലെ, 0.2 എടുത്തു, പിന്നെ 9.9 എടുത്തു, പ്ലസ് 0.2 എടുത്തു. ഈ 0.2 നമ്മൾ എന്ത് കുറച്ചു, നമ്മൾ ഈ പറയുന്ന പോലെ 0.2/2 കുറച്ചു, ആ തിക്നെസിന്റെ പകുതി കുറച്ചു അല്ലെ. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എത്ര, 10.3 ആണ്. ഇതിന്റെ പകുതി കുറയ്ക്കാന്ന് പറയുമ്പോൾ 10.2 ആണ് നമുക്ക് എന്ത് കിട്ടി, റിഡ്ജ് ലെങ്ത് നമുക്ക് 10.2 ആ കിട്ടി. ഈ നമ്പർ ഓഫ് CR കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇത്, പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർ ചോദിക്കലുണ്ട്. ലെങ്ത് ഓഫ് റിഡ്ജ് ഡിവൈഡഡ് ബൈ എന്താണ്, ഈ പറയുന്ന പോലെ സെന്റർ ടു സെന്റർ സ്പേസിങ് അല്ലെ, ലെങ്ത് ഓഫ് റിഡ്ജ് ഡിവൈഡഡ് ബൈ സെന്റർ ടു സെന്റർ സ്പേസിങ് പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ പറയുന്നത് നമ്മളെ ഫിഗർ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോമൺ ഡ്രാഫ്റ്റർ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ഡ്രാഫ്റ്ററിന്റെ ഓരോ സ്പേസിങ് നമുക്ക് 0.5 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടോട്ടൽ ലെങ്തിനെ നമ്മൾ ഈ 0.5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് പറഞ്ഞാൽ ആരാ, റിഡ്ജ് ലെങ്ത് ആണ്. ഈ റിഡ്ജ് ലെങ്തിനെ ടോട്ടൽ ആയിട്ടുള്ള റിഡ്ജ് ലെങ്തിനെ ഓരോ 0.5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര കോമൺ ഡ്രാഫ്റ്റർ ഉണ്ട് നമുക്ക് കിട്ടൂലേ, പ്ലസ് എന്തുണ്ട് ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ഇതിൽ ഒന്ന് ഡിമിനിഷ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ പ്ലസ് 1 ആഡ് ചെയ്ത് എടുക്കണം. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടും. അത് ഏത് സൈഡാ, ഈ സൈഡിൽ മാത്രമാണ് 21. ഇതിന്റെ അപ്പുറത്തെ സൈഡിലില്ല, നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗമല്ല, ഇതിന്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഫോർ 2 സൈഡ്സ്, അതാണ് 42. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. എന്താണ് നമ്മുടെ ടേബിളിലുള്ളത്, ലെങ്ത് നമ്മൾ കണ്ടെത്തി, ഇതിന്റെ നമ്പർ കണ്ടെത്തി, 0.05 ആണ് ബ്രെഡ്ത്ത്, ഹൈറ്റ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടെത്തി. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. പക്ഷെ അതിന്റെ ആ ഒരു തിയറിറ്റിക്കൽ പോർഷനും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നപ്പോൾ ഇത്രയും സമയമായതാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മള് ഗേബിൾഡ് റൂഫിന്റെ ഒരു ചോദ്യം, ഒരു ടൈപ്പ് ഓഫ് ചോദ്യം നമ്മൾ എന്ത് ചെയ്ത് നോക്കി അല്ലെ. ഇനി നമ്മൾ നോക്കാനുള്ളത് ഹിപ്പ് റൂഫിൽ വരുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. അപ്പൊ ഹിപ്പ് റൂഫിൽ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. അതായത് ഹിപ്പ് റൂഫിന്റെ വുഡ് വർക്ക് കാണാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ ഹിപ്പ് റാഫ്റ്ററിന്റെ വുഡ് വർക്ക് കാണാൻ വേണ്ടിയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ആദ്യം എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ ഹിപ്പ്ഡ് റൂഫിന്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു ഗേബിൾഡ് റൂഫ് 2 സൈഡിലേക്കാണ് സ്ലോപ്പ് എങ്കിൽ, 2 സൈഡിലേക്കാണ് സ്ലോപ്പ് എങ്കിൽ ഹിപ്പ്ഡ് റൂഫ് എത്ര സൈഡിലേക്കാ, 1 2 3 4 അല്ലെ. അതായത് അതിന്റെ ഒരു ഫോമാറ്റ് എങ്ങനെയാ വരിക, റിഡ്ജ് വളരെ ചെറുതായിരിക്കും. നമ്മൾ ഗേബിളിൽ എത്ര റിഡ്ജ് ഉണ്ട്, വലിയ റിഡ്ജ് ആയിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മളുടെ ഹയസ്റ്റ് പോർഷന് എന്ത് ചെയ്തു, റിഡ്ജ് എന്തായത് ഒന്ന് ചെറുതായി അല്ലെ. അപ്പൊ ആ റിഡ്ജിൽ നിന്ന് ഒരു ഹിപ്പ് റാഫ്റ്റർ ഇങ്ങനെ സൈഡിലേക്ക്, അടുത്ത ഹിപ്പ് റാഫ്റ്റർ ഇങ്ങനെ സൈഡിലേക്ക്, നമ്മൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കാണൽ ഈ ഭാഗം മാത്രമല്ലേ നമ്മൾ കാണാം. ഇതാണ് നമ്മളെ ഏകദേശം ഒരു വീട് എന്നുള്ള രീതിയിൽ നമുക്ക് ഏകദേശം അങ്ങനെയാണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഈ ഫിഗർ നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്ത് മനസ്സിലായി, ഇവിടെ എന്തുണ്ട്, ഈ കാണുന്ന സാധനല്ലേ, ഈ ഒരു അഡീഷണൽ ഹിപ്പ് ആംഗിൾ ഉണ്ടാക്കുന്ന സാധനമാണ് എന്ത്, HR എന്ന് പറഞ്ഞു അല്ലെ, ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഹിപ്പ് റാഫ്റ്റർ എത്ര ഉണ്ട്, ഒന്ന് ഇത് അല്ലെ, ഒന്ന് ഇവിടെ, അടുത്തതോ ഇവിടെ, അടുത്തതോ ഇവിടെ, അടുത്തതോ ഇവിടെ, എന്ന് വെച്ചാൽ ടോട്ടൽ 4 ഒന്ന് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്തത് ഈ ഭാഗത്ത്, പിന്നെ അതിന്റെ ഉള്ളിലായിട്ടുള്ള 4ാമത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഹിപ്പ് റാഫ്റ്ററിന്റെ നമ്പർ എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ടേബിൾ വരയ്ക്കുമ്പോൾ നമ്പർ എത്ര എഴുതണം, ഹിപ്പ് റാഫ്റ്റർ നമ്മൾ 4 എഴുതി. പക്ഷെ നമ്മൾ CR എങ്ങനെ കണ്ട്, CR എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് കെടുക്കാല്ലേ, ഇതൊക്കെ CR. അപ്പൊ CR കിട്ടണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ആ റിഡ്ജ് ലെങ്ത് വേണം അല്ലെ, റിഡ്ജ് ലെങ്ത് കൃത്യമായിട്ട് കിട്ടണം. അങ്ങനെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സ്പേസിംഗ് വെച്ച് ഡിവൈഡ് ചെയ്ത് പ്ലസ് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് CR നമ്പർ കിട്ടുക. പക്ഷെ HR നമ്പർ കിട്ടാൻ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. HR എങ്ങനെയാണ്, ഹിപ്പ് റൂഫിൽ എത്ര ഉള്ളത്, 4 HR ഉള്ളത്. ഇനി നമുക്ക് എന്തറിയണം, അതിന്റെ ലെങ്ത് അറിയണം, ബ്രെഡ്ത്ത് അറിയണം, ഹൈറ്റ് അറിയണം. അപ്പൊ ബ്രെഡ്ത്തും ഹൈറ്റും ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ടാവും. നമുക്ക് അറിയേണ്ട സാധനം ആരാണ്, ലെങ്ത് ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാണ്. നമുക്ക് എന്തറിയാം, നമ്മൾ CR കോമൺ ഡ്രാഫ്റ്ററിന്റെ ലെങ്ത് എങ്ങനെ നമ്മൾ കണ്ടെത്തിയത്, നമുക്കറിയാം. ഒരു ഗേബിൾഡ് റൂഫ് ഇതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ വരച്ച് കാണിച്ചിരുന്നു അല്ലെ. ഇതാണ് എന്ത്, ഒരു ഗേബിൾഡ് റൂഫ് എന്ന് പറഞ്ഞു. ആ ഗേബിൾഡ് റൂഫിന്റെ ഹൈറ്റ്, അല്ലെങ്കിൽ ഈ ഭാഗത്തിനാണ് നമ്മൾ റൈസ് എന്ന് പറയാന്ന് പറഞ്ഞു അല്ലെ. ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ, CR അല്ലെങ്കിൽ കോമൺ ഡ്രാഫ്റ്റർ എന്ന് പറയാന്ന് പറഞ്ഞു. ഈ ഭാഗത്തിനെ കംപ്ലീറ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഈവ് സ്പാൻ എന്ന് പറഞ്ഞു.
അപ്പൊ ഈ ഈവ് സ്പാന്റെ പകുതിയാണ് എന്ത് ഈ ഒരു ഭാഗം എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്തു നമ്മള് അപ്ലൈ പി ടി അല്ലെ, പി ടി ഉപയോഗിച്ചിട്ട് നമ്മൾ ആരെ കണ്ടെത്തി, സി ആറിന്റെ ലെങ്ത് കണ്ടുപിടിച്ച്. സി ആറിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് സി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു ഹോൾ സ്ക്വയർ അല്ലെ. ഇതാണ് എന്ത് നമ്മൾ സി ആറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു. അപ്പൊ സി ആറിന്റെ ലെങ്ത് ആസ് ഇറ്റ് ഈസ് നമുക്ക് എങ്ങനെ കിട്ടി, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു ഹോൾ സ്ക്വയർ അല്ലെ. ഈ രീതിയിൽ നമുക്ക് എന്ത് കിട്ടി, കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ആറ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളുടെ ഹിപ്പ് റാഫ്റ്ററിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഈ ഹിപ്പ് റാഫ്റ്റർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അല്ലെ. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു ഭാഗം മാത്രം ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. ഈ ഒരു ഭാഗം ഇതാണ് എന്ത് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞു അല്ലെ. ഇതാണ് ഹിപ്പ് റാഫ്റ്റർ അല്ലെ. ഹിപ്പ് റാഫ്റ്റർ ഇയാളാണ്. അപ്പൊ ഈ ആളായാലും എന്തായിരിക്കും, എന്തായാലും എന്താണ് കോമൺ റാഫ്റ്റർ ആയിരിക്കും. ഇപ്പൊ നോക്കിയേ, ഈ ഭാഗത്ത് നോക്കിയേ, ഇതെന്താ കോമൺ റാഫ്റ്റർ അല്ലേ. ഇതൊക്കെ കോമൺ റാഫ്റ്റർ ആണ്. ഈ കോമൺ റാഫ്റ്ററിനെ ചെറുതാക്കുമ്പോഴാണ് അത് ആരായി മാറുക, ജാക്ക് റാഫ്റ്റർ ആവാ. കോമൺ റാഫ്റ്ററിന്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളാരാണ്, ഹിപ്പ് റാഫ്റ്റർ ആണ്. പക്ഷെ ഹിപ്പ് റാഫ്റ്റർ എന്താണ്, എപ്പോഴും ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഹിപ്പ് റാഫ്റ്റർ. അങ്ങനെയുള്ള ഹിപ്പ് റാഫ്റ്റർ എത്ര ഉണ്ടാവും, 4 ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഒരു ട്രയാങ്കിൾ മാത്രം എന്താ ഇതേപോലെ ഞാൻ ഇത് അങ്ങനെ കാണിക്കണം. അപ്പൊ ഇതാരാണെന്ന് പറഞ്ഞ് സി ആർ ആണെന്ന് പറഞ്ഞു, ഇതാരാണെന്ന് പറഞ്ഞ എച്ച് ആർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് കാണിക്കണേ. ആ ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇത് നമ്മൾ ആരാന്നാ പറഞ്ഞത്, സി ആർ ആണെന്ന് പറഞ്ഞു. ഇതാരാണെന്ന് പറഞ്ഞത്, എച്ച് ആർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തറിയാം, നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു ഫോമില്ലേ, ഇതിനെ ഞാൻ മുകളിൽ നിന്ന് നോക്കാൻ പോകട്ടോ. എന്റെ മുകളിൽ നിന്ന് ഞാൻ നോക്കാൻ പോവാണ്, പ്ലാൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഈ റൂഫ് മാത്രമാണ് ഞാൻ വരയ്ക്കണത്. അപ്പൊ ആ റൂഫ് ഞാൻ അതാ ആസ് ഇറ്റ് ഈസ് ഇതാ അങ്ങനെ വരയ്ക്കുകയാണ്. ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ ഞാൻ ആ റൂഫ് വരയ്ക്കുകയാണ്. നമ്മൾ റിഡ്ജ് എവിടെയുള്ളത്, റിഡ്ജ് ഏകദേശം സെൻട്രലായിട്ട് വരും അല്ലെ. കാരണം എന്താ, റിഡ്ജ് എന്താണ് കുറവല്ലേ. റിഡ്ജ് നമ്മളെ ഗേബിളിനെ സംബന്ധിച്ചിടത്തോളം, ഗേബിളിനെ സംബന്ധിച്ചിടത്തോളം ഹിപ്പിഡിന് എന്താണ്, റിഡ്ജിന്റെ ലെങ്ത് കുറവാണ്. അപ്പൊ ആ റിഡ്ജ് മാത്രം, അതായത് ഈ സെന്ററത്തെ പീസ് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് എടുത്ത് വരച്ചു അല്ലെ. ഇനി നോക്കിയേ, ഞാനിതാ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ കണക്ട് ചെയ്യാം. 1 2 3 4. ഇതാരാ, 1 2 3 4. ഇതാരാണ്, 4 എണ്ണം ആരാണ്, എച്ച് ആർ ആണ് അല്ലെ. അപ്പൊ ഹിപ്പ് റാഫ്റ്ററിന്റെ നമ്പർ നമുക്ക് കിട്ടി. അത് എത്രയാണ്, 4 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഈ ഒരു പോർഷനെ നമ്മൾ എന്താ വിളിക്കുക, ഈ ഒരു പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഈവ് സ്പാൻ അല്ലെ. ഈവ് സ്പാൻ ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു പോർഷൻ നമുക്ക് ഫുൾ ആയിട്ട് ഈ ആണെന്ന് അറിയാം. ഞാൻ ഇതിന്റെ ഒരു സെന്റർ പോർഷൻ എടുക്കാന്ന് വിചാരിച്ചു. ഈ സെന്റർ പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇത് എത്ര വരിക, ഇത് ഇ ബൈ ടു ആണ്, ഇതും ഇ ബൈ ടു ആണ്. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി, ഞാൻ ഇവിടെ വരച്ച ഹിപ്പ് റാഫ്റ്റർ ദാ ഇവിടെ എച്ച് ആർ ഉണ്ട്. ഞാൻ നേരത്തെ വരച്ച ഇയാളാരാ, സി ആർ. ഈ സെന്ററിൽ ഞാൻ വരച്ച കണക്ട് ചെയ്ത വാല്യൂ ഇല്ലേ, ഇതാണെന്ത് സി ആർ. അപ്പൊ ഈ ഒരു പോർഷൻ എന്താ വരിക, ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇ ബൈ ടു ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഫോം ചെയ്യാൻ പറ്റും, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ പി ടി അല്ലെ, പി ടി യൂസ് ചെയ്താൽ നമുക്ക് ആരെ മനസ്സിലാവും, നമുക്ക് എച്ച് ആറിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. എച്ച് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ സൈഡ്സ്. അതാണല്ലോ നമ്മളെ പി ടി അല്ലെങ്കിൽ പൈത്തഗോറസ് തിയറം പറയുന്നത്. അപ്പോൾ സി ആർ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു ഹോൾ സ്ക്വയർ അല്ലെ, ഇ ബൈ ടു ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് നോക്കിയേ, അപ്പൊ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എച്ച് ആറിന്റെ ലെങ്ത് കണ്ടെത്തിക്കൂടെ. എച്ച് ആർ എങ്ങനെ കാണാം, എച്ച് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി ആർ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ എച്ച് ആറിന്റെ ലെങ്ത് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല. അപ്പൊ നമുക്ക് ആ ടേബിൾ നോക്കാലോ. വുഡ് വർക്ക് ഫോർ എച്ച് ആർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണാം, നേരത്തെ വുഡ് വർക്ക് ഫോർ സി ആർ നമ്മൾ കണ്ടു. ഇനി വുഡ് വർക്ക് ഫോർ എച്ച് ആർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണാം, നമുക്കറിയാം എന്ത് നമ്പർ എത്രയാണ്, 4 എണ്ണാണെന്ന് അറിയാം. ലെങ്ത് നമ്മൾ എങ്ങനെ കാണും, ലെങ്ത് നമ്മൾ ഈക്വേഷൻ വെച്ച് കാണും. ബ്രെഡ്ത്തും ഹൈറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കണ്ടെത്തിക്കൂടെ, ആ ക്വാണ്ടിറ്റി കണ്ടെത്താം. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഹിപ്പ് റാഫ്റ്ററിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ അടുത്തത് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കുക ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഹിപ്പ് റാഫ്റ്റർ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വുഡ് വർക്ക് റിക്വയർഡ് ഫോർ ഹിപ്പ് റാഫ്റ്റർ. ഇവിടെ ഹിപ്പ് റാഫ്റ്റർ ചോദിച്ചിട്ടുള്ളത് അല്ലെ. പിച്ച്ഡ് ടൈൽ റൂഫാന്ന് പറയുന്നുണ്ട്. അതായത് പിച്ച്ഡ് കുറച്ച് പൊന്തിയിട്ടുള്ള റൈസ് ഉള്ള ഒരു റൂഫാന്ന് പറയുന്നുണ്ട്. ഈവ് ടു ഈ സ്പാൻ അല്ലെ. ഈവ് ടു ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ എത്ര, 4.6 മീറ്റർ ആണ് പറയുന്നത്. റൈസ് എത്രയാണ് പറയുന്നത്, റൈസ് എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ഇ ആണ് കേട്ടോ. റൈസ് എന്ന് പറയുമ്പോൾ വെറും 1/3 എഴുതരുത്, ഈവ് സ്പാന്റെ 1/3 ആണ് റൈസ് എന്ന് പറയുന്നത്. അത് എപ്പോഴും അങ്ങനെ മനസ്സിലാക്കി വെക്കുക. സൈസ് ഓഫ് ഹിപ്പ് റാഫ്റ്റർ തന്നിട്ടെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കാണണം, ഇതിൽ ലെങ്ത്തും കാണണം, അതേപോലെ തന്നെ അതിന്റെ നമ്പറും കാണണം. നമ്മൾ ആ ടേബിൾ ഫോം ചെയ്യണം.
അപ്പൊ നമ്മളെടുത്ത് എന്തുണ്ട്? നമ്മളിതാ ഗിവൺ ഐറ്റംസ് എടുത്ത് എഴുതി. ഇന്റെ വാല്യൂ ഉണ്ട്, റൈസിന്റെ വാല്യൂ ഉണ്ട്, സൈസ് എടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പി ടി യൂസ് ചെയ്യണല്ലേ? പി ടി യൂസ് ചെയ്യുമ്പോൾ നോക്കി എച്ച് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി ആർ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു ഹോൾ സ്ക്വയർ. പക്ഷെ സി ആർ നമ്മുടെ അടുത്തുണ്ടോ? സി ആർ നമ്മുടെ അടുത്തില്ല. സി ആർ നമ്മൾ ആദ്യം കാണണം അല്ലേ? സി ആർ നമ്മൾ എങ്ങനെ കണ്ടു? സി ആറിന്റെ ഇക്വേഷൻ അറിയാം. സി ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു ഹോൾ സ്ക്വയർ. അതിൽ നമ്മൾ ആരിട്ടു? ആറിന്റെ വാല്യൂ ഇട്ടു. ആറിന്റെ വാല്യൂ എത്ര? ഇ ബൈ ത്രീ ആണ് അല്ലെ? ഇ ബൈ ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 13 ബൈ ഇ ബൈ 6 എന്ന് കിട്ടി. ആ ഇന്റെ വാല്യൂ അല്ലെ? ഇതാ ഈ ഇന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അല്ലെ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാ, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനലായി, അതായത് കൂടുതൽ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് മനസ്സിലാവും റൈസിന്റെ വാല്യൂ എപ്പോഴും 1/3 റൈസ് ആണ് കൊടുക്കുക. ഓക്കെ, അതായത് ലീഫ് സ്പാന്റെ 1/3 കൊടുക്കുക. അങ്ങനെ 1/3 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് സി ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 13 ഇ ബൈ 6 പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റെ വാല്യൂ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്തിട്ടെടുത്താൽ മതി? ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? സി ആറിന്റെ വാല്യൂ 2.76 കിട്ടും. പക്ഷെ സി ആറിന്റെ വാല്യൂ ആണോ നമ്മളോട് കാണാൻ പറഞ്ഞത്? സി ആറിന്റെ ക്വാണ്ടിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? സി ആറിന്റെ ക്വാണ്ടിറ്റിയാണ് കാണാൻ പറഞ്ഞത്. ഇവിടെ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഹിപ്പ് റാഫ്റ്ററിന്റെ ക്വാണ്ടിറ്റിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സി ആർ കണ്ടെത്തി. സി ആർ എന്തിനാ കണ്ടെത്തി? ഹിപ്പ് റാഫ്റ്ററിൽ നമുക്ക് സി ആർ എത്രയാണെന്ന് അറിയണം. അപ്പൊ സി ആറിന്റെ വാല്യൂ അറിയണ്ടേ? അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഹിപ്പ് റാഫ്റ്റർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി ആർ സ്ക്വയറിൽ സി ആർ നമ്മൾ കണ്ടെത്തി. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ എച്ച് ആറിന്റെ ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റൂട്ട് ഓഫ് സി ആർ എത്ര കിട്ടി? 2.76 ഹോൾ സ്ക്വയർ പ്ലസ് ആരാ വരിക? ഇ ബൈ ടു ഹോൾ സ്ക്വയർ. നമ്മൾ നേരെ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് വാല്യൂ കിട്ടും. നമ്മൾ ഇന്റെ വാല്യൂ എത്ര? ഇവിടെ 4.6 അല്ലേ? അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് 3.595. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് കിട്ടി. ആ ലെങ്ത് നമ്മളിവിടെ എഴുതി. ബ്രെഡ്ത്ത് എവിടെ ഉണ്ട്? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് സെന്റിമീറ്ററിലുള്ളത്. നമ്മൾ മീറ്ററിലാണ് ഇപ്പോൾ എഴുതുക. അപ്പൊ അതിനെ മീറ്ററിലേക്ക് മാറ്റി. അപ്പൊ ബ്രെഡ്ത്ത് കിട്ടി, ഹൈറ്റ് കിട്ടി, ലെങ്ത് കിട്ടി. ഗുഡ് വർക്ക് ഓഫ് എച്ച് ആർ. നമ്പർ എത്രനാ? അത് നമ്മൾ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞു. എച്ച് ആറിന്റെ എത്ര നമ്പറാണ് ഹിപ്പ് റാഫ്റ്റർ ഉണ്ടാവുക? 4 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു 3.595 ഇൻറ്റു 0.06 ഇൻറ്റു 0.13 ചെയ്യുമ്പോൾ നമുക്ക് 0.112 ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മളുടെ ഹിപ്പ് റാഫ്റ്ററിന്റെ കേസിൽ ചോദ്യങ്ങൾ വരിക. അപ്പം ഈ ഒരു ഇക്വേഷനും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. സി ആറിന്റെ കേസ് ഞാൻ പറഞ്ഞു. സി ആർ നമ്മൾ എങ്ങനെ കണ്ടെത്തിയത്? സി ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആരായിരുന്നു നമ്മൾ പറഞ്ഞത്? ആർ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു ഹോൾ സ്ക്വയർ. അതേപോലെ എച്ച് ആർ ആണെങ്കിലോ എച്ച് ആർ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ പറയണ നമ്മുടെ ഈ ആള് കയറി വരും അല്ലെ? സി ആർ സ്ക്വയർ പ്ലസ് ഇ ബൈ ടു. ഇത് സെയിം തന്നെ, ഇ ബൈ ടു ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് വരിക. അപ്പൊ അതെങ്ങനെയാണ് അത് വന്നത് എന്നുള്ള ഇക്വേഷൻ ഫോം ചെയ്തു എന്നുള്ളതൊക്കെ നേരത്തെ ഞാൻ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റൂഫിന്റെ കേസിൽ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിന്റെ ഹയർ ലെവലുകൾ ചോദിക്കാൻ ഉള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, ഓൾ റൈറ്റ്, താങ്ക് യു.